ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഓരോ ക്രിസ്മസ് ദിനത്തിലും നാം നിർമ്മിക്കുന്ന പുൽക്കൂടുകൾ ഈശോയുടെ ജനനത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഓർമ്മ പുതുക്കുന്ന പുതിയ ഘടകങ്ങൾ ഒന്നാണ്. ഒരു പക്ഷേ ക്രിസ്മസ് ദിനത്തിൽ ആത്മീയ ലാളിത്യത്തിൻ്റെ മാതൃകയും ഉദാഹരണവുമായിരിക്കാം ഓരോ പുൽക്കൂടുകളും. 1921 അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് ഇതിന് തുടക്കം കുറിച്ചത്. ജീവനുള്ള മൃഗങ്ങളും മനുഷ്യരും ഈ പുൽക്കൂട്ടിൽ ഉൾക്കൊള്ളുന്നു. ഇവിടെ സർവപ്രപഞ്ചവും ഉൾക്കൊള്ളുന്നു. ദരിദ്രനെയും ധനികനെയും പ്രതിനിധീകരിക്കുന്ന ആ ടിടയന്മാരെയും പൂജരാജാക്കന്മാരും ഉൾക്കൊള്ളുന്ന ഈ പുൽക്കൂട്ടിൽ സ്വർഗീയ വൃന്ദങ്ങളും മാലാഹമാരും ഉൾക്കൊള്ളുന്നു. സമാധാനത്തിൻ്റെയും സന്തോഷവും നിറഞ്ഞ ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മളുടെ ഹൃദയങ്ങൾ സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പുൽക്കൂടുകൾ നിർമ്മിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.